നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂരിലെ ATM കൗണ്ടറിൽ മോഷണ ശ്രമം. പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച ദൃശ്യങ്ങൾ വെട്ടം ന്യൂസിന്. വയനാട് ദുരന്തം. മലയും പുഴയും താണ്ടി മലപ്പുറം ജില്ലയിലെ SDPI വോളണ്ടിയർമാർ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയം. തിരൂരിന് അഭിമാനം. ഫയർഫോഴ്സിലെ ഗിരീശന് മുഖ്യമന്ത്രിയുടെ സേവാ മെഡൽ. ചാലിയാറിൽ നിന്ന് ഇന്ന് ലഭിച്ചത് 3 മൃതദേഹങ്ങളും 13 ശരീരഭാഗങ്ങളും. തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് BP അങ്ങാടി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അഷ്റഫ് താന്നാളൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ്. വിശദമായ വാർത്തകൾ. തിരൂർ താഴെപ്പാലത്തെ ATM കൗണ്ടർ തകർത്ത് മോഷണ ശ്രമം നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശി ജിതേന്ദ്രകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. തിരൂർ താഴെപ്പാലത്തെ ATM കൗണ്ടറിലാണ് മോഷണ ശ്രമം നടന്നത്. 2 മുറികളിലായുള്ള ATM മെഷീനും CDM മെഷീനും തകർത്തിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ചാണ് തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ വഴിയുള്ള പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ഉത്തർപ്രദേശ് സ്വദേശി ജിതേന്ദ്രകുമാറാണ് അറസ്റ്റിലായത്. CI KJ ജിനേഷ്, SI സുജിത് കുമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്കായി തിരൂർ ജില്ലാശുപത്രിയിലെത്തിച്ചു. പ്രതിയെ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തിവരികയാണെന്ന് തിരൂർ DYSP KM ബിജു വെട്ടം ന്യൂസിനോട് പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. വയനാട് ദുരന്തത്തെ തുടർന്ന് SDPI വോളണ്ടിയർമാർ മലയും പുഴയും താണ്ടി നടത്തിയ പ്രവർത്തനം പ്രശംസനീയമാകുന്നു. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂരിലെ പോത്തുകല്ലിൽ കൺട്രോൾ റൂം തുറന്നുകൊണ്ടാണ് ചരിത്രപരമായ ദൗത്യത്തിന് SDPI നേതൃത്വം നൽകിയത്. സംഭവം നടന്ന അന്നു തൊട്ട് 6 ദിവസം ഏകദേശം 1000-ലധികം പ്രവർത്തകരാണ് മനുഷ്യചിന്തകൾക്കപ്പുറമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. കുത്തൊഴുകി വരുന്ന ചാലിയാറിൽ വാഹനങ്ങളുടെ ട്യൂബുകളിൽ ചെന്നും മരങ്ങൾ മുറിച്ചുമാറ്റിയും പാലത്തിൽ കുടുങ്ങിയവ മാറ്റിയും പ്രവർത്തകർ നടത്തിയത് അഭിനന്ദനാർഹമാണ്. ഇവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മോർച്ചറികളിൽ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർമാർക്ക് ഒരുക്കി കൊടുക്കുകയും പിന്നീട് ശരീരഭാഗങ്ങൾ സംസ്കരിക്കാൻ ഒരുക്കുന്നതിനും 20 വോളണ്ടിയർമാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. അതിരാവിലെ തന്നെ എത്തി വൈകുന്നേരത്തോടെ തിരിച്ച് ജില്ലയുടെ പല ഭാഗത്തു നിന്നും വന്നവരാണ് വോളണ്ടിയർ. ജില്ലാ കോർഡിനേറ്റർ ഹമീദ് പരപ്പനങ്ങാടിയും നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബഷീറും പറയുന്നു. പൊന്നാനി മുതൽ നിലമ്പൂർ വരെയുള്ള മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് ഇതിനായി ഇറങ്ങുന്നത്. നിലമ്പൂര് ഭാഗങ്ങളിലാണ് ഞങ്ങളെ SDPIയുടെ ജില്ലയിൽ നിന്നുള്ള 500 വളണ്ടിയർമാർ ഇന്ന് 2 ഭാഗമായിട്ട് രാവിലെ 8 മണി മുതൽ ഈ പുഴ ഭാഗത്തിൽ പൂർണ്ണമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോത്തുകല്ലിൽ രാവിലെ 250ഓളം ആളുകൾ പോത്തുകല്ലിലും 250 ആളുകൾ നമ്മളെ ചുങ്കത്തറ ഭാഗത്തും ഇറങ്ങിക്കൊണ്ടാണ് ഇതിൻ്റെ മൊത്തം പരിശോധന. ഇനിയൊരു ഈ ഭാഗങ്ങളിൽ ഒരു സംശയവും ഉണ്ടാകാത്ത രീതിയിലാണ് പരിശോധന ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്.
ഇന്നലെ 500 പ്രവർത്തകരെ ഒരുമിച്ചിറക്കി ചാലിയാറിന്റെ തീരങ്ങളിലും പുഴയിലും നടത്തിയ രക്ഷാപ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. SDPI ദേശീയ സെക്രട്ടറി മജീദ് ഫൈസി, സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി, ജനറൽ സെക്രട്ടറി റോയി അറക്കൽ എന്നിവർ നേരിട്ടെത്തി പ്രവർത്തകരുടെ ത്യാഗങ്ങളെ അഭിനന്ദിച്ചു. വെട്ട ന്യൂസ് മലപ്പുറം. അഭിമാനം ഈ നേട്ടം. തിരൂരിലെ അഗ്നിശമന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VP ഗിരീശന് മുഖ്യമന്ത്രിയുടെ 2024 അഗ്നിശമന സേവാ മെഡലിന് അർഹനായി. പൊന്നാനി, പാല, തലശ്ശേരി, ചേർത്തല നിലയങ്ങളിലും ഗിരീശൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാന ദുരന്തം, കവളപ്പാറ ഉരുൾപൊട്ടൽ, 2018 പ്രളയം, കൂറ്റനാട് വാവന്നൂർ വെടിക്കെട്ടപകടം ഉൾപ്പെടെ നിരവധി ദുരന്തമുഖങ്ങളിൽ രക്ഷകനായിരുന്നു തിരൂരിലെ അഗ്നിശമന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VP ഗിരീശൻ. മുഖ്യമന്ത്രിയുടെ 2024 അഗ്നിശമന സേവാ മെഡലിന് അർഹനായതിൽ അഭിമാനമുണ്ടെന്ന് ഗിരീശൻ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. കുറ്റിപ്പുറം കഴുത്തല്ലൂരിലെ വാര്യത്തുപടി വീട്ടിൽ കോരന്റെയും നീലയുടെയും മകനാണ് ഗിരീശൻ. ഭാര്യ റൂബി, മക്കൾ ഭവിക, ഭരത്, ഭഗത് എന്നിവരാണ്. വെട്ടം ന്യൂസ്, തിരൂർ. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചത് 3 മൃതദേഹങ്ങളും 13 ശരീരഭാഗങ്ങളും. ഇതോടെ ചാലിയാറിൽ നിന്നും ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 73ഉം ശരീരഭാഗങ്ങൾ 132മായി. ആകെ 205 എണ്ണം. 37 പുരുഷന്മാരുടെയും 29 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇതുവരെ 198 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 195 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും 3 എണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, വെട്ടം. തിരൂർ അർബൻ ബാങ്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് BP അങ്ങാടി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. BP അങ്ങാടി മെഹക് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ച് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ E ജയൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കോട്ട് വിതരണം കുറുക്കോളി മൊയ്തീൻ MLA നടത്തി. ബാങ്ക് CPO KP സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അത് സ്വന്തമായി അധ്വാനിക്കാനും അല്ലെങ്കിൽ സ്വന്തമായി മറ്റ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, AK ബാബു, ചിത്ര, P മുഹമ്മദ് അലി, K ലത, PK പ്രേമലത, ജസ്ന ബാനു, അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, പിമ്പുറത്ത് ശ്രീനിവാസൻ, AP രാജു, CP ബാപ്പുട്ടി എന്നിവർ സംസാരിച്ചു. MK അബ്ദുൾ റഷീദ് സ്വാഗതവും K റഹീന നന്ദിയും പറഞ്ഞു. അതേ രീതിയിൽ തന്നെയാണ് അർബൻ ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. മുമ്പുണ്ടായിരുന്ന സംസ്ഥാന ഗവൺമെന്റിനുണ്ടായിരുന്ന നിയന്ത്രണം. വെട്ടം ന്യൂസ്, തിരൂർ. താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ P അഷ്റഫിനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ PM മുസ്തഫയാണ് വൈസ് പ്രസിഡന്റ്. താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് സഹകരണ വകുപ്പിലെ യൂണിറ്റ് ഇൻസ്പെക്ടർ ഷൈമിനി നേതൃത്വം നൽകി. പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ P അഷ്റഫിനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ PA മുസ്തഫയാണ് വൈസ് പ്രസിഡന്റ്. പുതിയ ഭരണസമിതി അംഗങ്ങളെ സഹകാരികളും ജനപ്രതിനിധികളും UDF നേതാക്കളും ജീവനക്കാരും അഭിനന്ദിച്ചു. വെട്ടം ന്യൂസ്, താനാളൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.